ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ മംസ് ഡെയിലി. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ഒരു സ്നാക്കായിട്ടാണ്. പെട്ടെന്ന് തന്നെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു പഴം കൊണ്ടുള്ള ഒരു സ്നാക്കാണ്. നമ്മുടെ കുഞ്ഞുങ്ങൾക്കൊക്കെ ഒത്തിരി ഇഷ്ടപ്പെടുന്ന ഈ ഒരു സ്നാക്ക് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കണം. വളരെ എളുപ്പമാണ് ഉണ്ടാക്കാനായിട്ട്. ഒരു വ്യത്യസ്തതയുണ്ട് ഈ ഒരു സ്നാക്കിന് കേട്ടോ. അതിലേറെ സ്വാദുമുണ്ട്. നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് പെട്ടെന്നൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ അതിനായിട്ട് ഇവിടെ ഞാൻ നേന്ത്രപ്പഴമാണ് എടുത്തിരിക്കുന്നത്. ഒരു നേന്ത്രപ്പഴം എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതധികം മധുരമൊന്നും ഇല്ലാത്ത പഴമാണ്. ഞാനത് എപ്പോഴും ഇതുപോലത്തെ വീഡിയോസിൽ പറയാറുള്ളതാണ്. ഞങ്ങളിവിടെ എടുക്കുന്ന നേന്ത്രപ്പഴത്തിന് മധുരമില്ല. ഇത് പുറമേ നിന്ന് വരുന്നൊക്കെ പഴമാണ്, നാടൻ നേന്ത്രപ്പഴമല്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ പഞ്ചസാര നമുക്ക് അല്പം കൂടുതൽ ചേർത്ത് കൊടുക്കണം, മധുരമില്ലാത്തത് കൊണ്ട്. ഇപ്പോൾ നിങ്ങളെടുക്കുന്ന ഈ ഒരു പഴത്തിന് മധുരം ഉണ്ടെന്നുണ്ടെങ്കിൽ പഞ്ചസാര ഇടേണ്ട കാര്യമില്ല. ഇട്ടാലും തന്നെ വളരെ കുറച്ചിട്ടാൽ മതി. അപ്പോൾ ഇതാ നമുക്ക് പഴം ആദ്യം മുറിച്ചെടുത്തിട്ട് വരാം. നമ്മൾ ഈ ഒരു റെസിപ്പിക്ക് ഇതുപോലെ കണ്ടോ, വളരെ തിന്നായിട്ട്. സാധാരണ നമ്മൾ പഴംപൊരിക്കൊക്കെ അല്ലെങ്കിൽ പഴംപോളിക്കൊക്കെ നമ്മൾ അരിയത്തില്ലേ, വളരെ സ്ലൈസായി തിന്നായിട്ട്. അതേപോലെ നമുക്കിതൊന്ന് അരിഞ്ഞെടുത്തിട്ട് വരാം. ഇതുപോലെയാണ് ഞാൻ അരിഞ്ഞെടുത്ത് വന്നിട്ടുള്ളത്. കണ്ടോ, വളരെ തിന്നായിട്ട്. എത്രത്തോളം കനം കുറയ്ക്കാവുന്ന അത്രത്തോളം നല്ലതാണ്. അപ്പോൾ ഇതിവിടെ മാറ്റി വയ്ക്കാം. നമുക്കിനി വേറെ ഒരു പാത്രം എടുക്കുക. അത് ഒരു വളരെ അടിക്കട്ടിയുള്ള പാത്രമാണെന്നുണ്ടെങ്കിൽ നന്ന്. അതിനകത്തോട്ട് പാത്രം ചൂടാകുമ്പോഴത്തേക്കും ഒരു 2 ടീസ്പൂണോളമുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കുക. ഈ നെയ്യ് ഒഴിച്ചതിന് ശേഷം നമുക്ക് ഇതുപോലെ ഒരു ബ്രഷ് വെച്ചിട്ട് എല്ലായിടത്തേക്കും ഒന്ന് പരത്തി കൊടുക്കാം കേട്ടോ. കാരണം ഒത്തിരി നെയ്യുടെ ആവശ്യമില്ല, വളരെ കുറച്ച് മതി. ഇനിയിപ്പോൾ നെയ്യ് കൂടുതൽ ആ ഒരു ഫ്ലേവർ ഇഷ്ടമുള്ള ആൾക്കാർക്ക് കൂടുതലും ചേർക്കാം. അപ്പോൾ ഇതാ ഈ നെയ്യൊക്കെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. ഇതിനകത്തോട്ട് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന പഴം ഇട്ടിട്ട് നമുക്ക് ചെറുതായിട്ടൊന്ന് വറുത്തെടുക്കണം. ഒത്തിരി അങ്ങ് വറുത്ത് ഇങ്ങനെ കല്ല് പോലെ ഒന്നും ആക്കിയെടുക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് ആ നെയ്യിലൊക്കെ ഒന്ന് ഈ പഴം ഒന്ന് ഒന്ന് സോഫ്റ്റായി കിട്ടണം, അത്രയേ ഉള്ളൂ. അപ്പോൾ ഒരു സൈഡ് നമുക്ക് 1 മിനിറ്റ് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം തിരിച്ചിട്ട് മറുപുറം കൂടെ 1 മിനിറ്റും കൂടെ ഒന്ന് ഫ്രൈ ചെയ്യാം. അത്ര മാത്രമേ വേണ്ടൂ. അപ്പോൾ ഞാനിതുപോലെ ഒന്ന് ഫ്രൈ ചെയ്തെടുത്തിട്ട് വരാം. ഇപ്പോൾ ഇവിടെ 1 മിനിറ്റ് കഴിഞ്ഞു. അപ്പോൾ ഞാൻ വീണ്ടും ഇത് ഒന്ന് തിരിച്ചിട്ട് കൊടുക്കുകയാണ്. നമുക്ക് മറുപുറം കൂടെ 1 മിനിറ്റും കൂടെ ഒന്ന് വേവിച്ചെടുക്കണം. അങ്ങനെ നമ്മുടെ പഴം റെഡിയാണ്. പഴത്തിൻ്റെ കളറൊക്കെ മാറി നല്ല ഭംഗിയുള്ള ഒരു മഞ്ഞ കളറൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ആ നെയ്യിലങ്ങ് മിക്സായി കഴിഞ്ഞിട്ട്. അപ്പോൾ നമുക്കിതൊന്ന് വറുത്ത് കോരാം. അപ്പോൾ ഞാൻ ബാക്കി ഇനി ഒരു 2-3 സ്ലൈസും കൂടെ ഉണ്ട്. അതും കൂടെ ഞാൻ ഇതുപോലെ ഒന്ന് വറുത്തെടുത്തിട്ട് വരാം. നമ്മളെല്ലാവർക്കും ഈ പഴം വെച്ചിട്ട്, നേന്ത്രപ്പഴം വെച്ചിട്ടുള്ള സ്നാക്കൊക്കെ കഴിക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. ഈ നേന്ത്രപ്പഴം വെച്ചിട്ട് തന്നെ എത്രത്തോളം സ്നാക്കുകൾ നമുക്ക് ഉണ്ടെന്നുള്ളത് തന്നെ പറയാൻ പറ്റത്തില്ല. അത്രയും തരത്തിൽ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. ഇതിപ്പോൾ ഞാൻ ബ്രെഡ് വെച്ചിട്ടാണ് ഇതൊന്ന് ഉണ്ടാക്കുന്നത്. ഇനി നിങ്ങൾക്ക് ഈ ഒരു റവ വെച്ചിട്ടാണെങ്കിലും ഉണ്ടാക്കാം, മൈദ വെച്ചിട്ടുണ്ടാക്കാം, ഗോതമ്പ് പൊടി വെച്ചിട്ടുണ്ടാക്കാം. അങ്ങനെ ഒത്തിരി ഓപ്ഷൻസ് ഉള്ള ഒരു ഫ്രൂട്ടാണ് ഈ ഒരു പഴം എന്ന് പറയുന്നത്. അപ്പോൾ നേന്ത്രപ്പഴം തന്നെ എടുക്കണം എന്നില്ല. നിങ്ങൾക്ക് ഇതിന് പകരം റോബസ്റ്റ പഴം, കുഞ്ഞു പഴം ഉണ്ടല്ലോ, പാളയംകോടൻ പഴം, അതെല്ലാം എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിപ്പോൾ നേന്ത്രപ്പഴം ആകുമ്പോഴത്തേക്കും കുറച്ചും കൂടെ നമുക്ക് ആരോഗ്യത്തിന് നല്ലതാണെന്നുള്ളത് കൊണ്ടാണ് നേന്ത്രപ്പഴം എന്ന് ഞാൻ പറയുന്നത്. അപ്പോൾ ഞാൻ വറുത്ത് കോരി എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ആ പഴം ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി അതേ പാത്രത്തിൽ തന്നെ ഞാൻ അല്പം കൂടെ നെയ്യ് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. 1-2 ടീസ്പൂണോളമുള്ള നെയ്യ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചേർക്കാം. നെയ്യ് ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിനകത്തോട്ട് ഒരു 1/4 കപ്പോളം ഉള്ള തേങ്ങ ചെരുകിയതാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്കിത് 1 മിനിറ്റോളം നന്നായിട്ടൊന്ന് മീഡിയം ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് വറുത്തെടുക്കാം. വറുക്കാമെന്ന് പറഞ്ഞാൽ ഒത്തിരി ഒന്നും വറക്കേണ്ട കാര്യമൊന്നുമില്ല. ജസ്റ്റ് അതിൻ്റെ ആ ഒരു പച്ചമണക്കൊന്ന് ഒന്ന് മാറി ആ നെയ്യുടെയൊക്കെ ഒരു നല്ലൊരു മൂത്ത മണം വരും. ആ ഒരു സമയത്ത് നമുക്ക് അല്പം കശുവണ്ടി ചേർത്ത് കൊടുക്കാം. കശുവണ്ടി ചേർക്കുമ്പോൾ എപ്പോഴും ഇതുപോലെ ചെറുതായിട്ട് അരിഞ്ഞിടുക. അങ്ങനെ വരുമ്പോഴത്തേക്കുമാണ് നമ്മുടെ പലഹാരം കഴിക്കുമ്പോഴും അതുപോലെ നമ്മൾ ഓരോ കടിയിലും നമുക്ക് ഒത്തിരി കാഷ്യൂ നട്ട്സ് കിട്ടും. അങ്ങനെ നമ്മൾ ഈ ഒരു ചെറുതായിട്ട് അരിഞ്ഞിടുമ്പം. അപ്പോൾ എപ്പോഴും ഇതുപോലത്തെ പലഹാരങ്ങളിലൊക്കെ കശുവണ്ടി അരിഞ്ഞിടുക. നിങ്ങൾക്കിനി ഇഷ്ടമുണ്ടെന്നുണ്ടെങ്കിൽ ഉണക്കമുന്തിരി ചേർക്കാം കേട്ടോ. അതൊക്കെ നമ്മുടെ ഇഷ്ടത്തിന് ചേർക്കാം. അതുപോലെ വേറെ എന്തെങ്കിലും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കശുവണ്ടി മാത്രമേ ചേർക്കുന്നുള്ളൂ. എന്നിട്ട് ഞാനൊന്ന് ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇനി ഇതിനകത്തോട്ട് നമുക്ക് പഞ്ചസാര ഒന്ന് ചേർത്ത് കൊടുക്കണം. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എടുത്തിരിക്കുന്ന പഴത്തിന് വലിയ മധുരമൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ 1 ടീസ്പൂണോളമുള്ള പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ 1 ഏലക്ക ഒന്ന് ചതച്ചതും കൂടെ ചേർത്തിട്ട് കൊടുക്കുന്നുണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട്. ഇനി നമുക്ക് 1 മിനിറ്റും കൂടെ ഒന്ന് വഴറ്റിയിട്ട് ഒന്ന് വറുത്ത് പോരാം. നമ്മുടെ തേങ്ങയുടെ മിക്സ് റെഡിയാണ്. അപ്പോൾ ഇത് മാറ്റി വയ്ക്കാം. ഇനി നമുക്ക് ഒരു മിക്സ്ചർ ഉണ്ടാക്കണം. നമുക്കിതൊന്ന് പൊരിച്ചെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു ബാറ്റർ ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ 1 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. അത്രയും മതിയാവും. ഇതിനകത്തോട്ട് അല്പം കൂടെ ഒരു 1/2 ടീസ്പൂണോളമുള്ള പഞ്ചസാര, അല്ലെങ്കിൽ നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് പഞ്ചസാര ചേർക്കാം.
പിന്നെ അതുപോലെ തന്നെ ഞാൻ ഏലക്ക ഒരെണ്ണമാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ. ഒരു ഏലക്ക ചതച്ചതും അതിൻ്റെ ആ ഒരു കുരുവൊക്കെ ഒന്ന് ചതച്ചതും തൊലിയോട് കൂടെ തന്നെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് വേണ്ട എന്നുണ്ടെങ്കിൽ തൊലി മാറ്റാം, ജസ്റ്റ് ആ കുരു മാത്രം മതിയാവും. പിന്നെ നമ്മൾ ഏലക്ക ഒത്തിരി ഫ്ലേവർ കൊടുക്കേണ്ട കാര്യമില്ല, കാരണം നമ്മൾ തേങ്ങയിലെ ആ ഒരു കൂട്ടിനകത്തും ഏലക്ക ഇട്ടിട്ടുണ്ട്. ഇനി ഇതിനകത്തോട്ട് ഞാനൊരു 3 ടേബിൾ സ്പൂണോളമുള്ള പാല്, ഇത് തിളപ്പിച്ചിട്ട് ചൂടാറിയിട്ടുള്ള പാലാണ്, അതും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഈ പാലും കൂടെ ചേർത്തിട്ട് ഈ മുട്ടയും പാലൊക്കെ മിക്സ് ചെയ്യുമ്പോഴത്തേക്കുമാണ് നല്ല സോഫ്റ്റായിട്ട് കിട്ടത്തുള്ളൂ. നമുക്ക് നല്ല പഞ്ഞി പോലെ കിട്ടും നമ്മുടെ ഒരു സ്നാക്ക്. അപ്പോൾ ഞാൻ നന്നായിട്ടൊന്ന് മുട്ട അടിച്ചെടുത്തിട്ട് വരാം. അപ്പോൾ മുട്ടയുടെ മിക്സും ഇവിടെ റെഡിയാണ്, അത് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എത്രത്തോളം ബ്രെഡാണ് നിങ്ങളുടെ ഒരു ആവശ്യം എന്നനുസരിച്ച് എടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ബ്രെഡ് ഞാൻ ആദ്യം ഇതിൻ്റെ അരി ഒന്ന് കളഞ്ഞിട്ട് വരാം കേട്ടോ. അപ്പോൾ അതിന് മുന്നേ നമ്മുടെ ഈ അടുത്ത് തന്നെ നമ്മൾ വറുത്ത് വെച്ചിരിക്കുന്ന പഴവും അതുപോലെ തന്നെ കാഷ്യൂനട്ടും ആ ഒരു തേങ്ങയുടെ ഒരു മിക്സും കൂടെ നമുക്കിതിൻ്റെ അടുത്ത് തന്നെ വെക്കണം. ഇതൊരു സാൻഡ്വിച്ച് പോലെയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ഞാൻ കാണിക്കാം. അപ്പോൾ അതിനായിട്ട് ബ്രെഡിൻ്റെ സൈഡൊക്കെ ഒന്ന് ഞാനെടുത്ത് മാറ്റുന്നുണ്ട്. അപ്പം ബ്രെഡിൻ്റെ സൈഡ് എടുത്ത് മാറ്റണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷേ ആ ഒരു ഇത് നമ്മൾ വേറെ മിക്സൊന്നും കാര്യങ്ങൾ ചെയ്യാത്തത് കൊണ്ട് നിങ്ങൾക്കത് എടുക്കാം സൈഡ്. പക്ഷേ ഞാനിപ്പോൾ ഇവിടെ കുഞ്ഞുങ്ങൾക്ക് അങ്ങനെ ബ്രെഡിൻ്റെ ക്രസ്റ്റിനോട് വലിയ താല്പര്യമൊന്നുമില്ല. അവർ ചായ മുക്കി കഴിക്കുമ്പോൾ മാത്രമേ ഈ ബ്രെഡിൻ്റെ ക്രസ്റ്റോട് കൂടെ കഴിക്കുള്ളൂ. അല്ലാത്ത ഇതുപോലത്തെ പലഹാരങ്ങൾക്കൊക്കെ അവർക്ക് ബ്രെഡിൻ്റെ ക്രസ്റ്റ് അവർക്ക് ഇഷ്ടമില്ല. അപ്പോൾ ഞാനത് മാറ്റി വയ്ക്കുന്നുണ്ട്, കാരണം എനിക്കിത് ബ്രെഡ് ക്രംസ് ഉണ്ടാക്കാനായിട്ട് ഉപകാരപ്പെടും. അപ്പോൾ അതുകൊണ്ട് ഇത് കളയുന്നില്ല കേട്ടോ, കളയരുത് നിങ്ങൾ, ബ്രെഡ് ക്രംസ് ഉണ്ടാക്കിയാൽ മതി. അപ്പോൾ നമുക്കിത് എങ്ങനെ ഉണ്ടാക്കാമെന്ന് നോക്കാം. അപ്പോൾ അതിനായിട്ട് ഞാൻ ആദ്യം ഇവിടെ 2 സ്ലൈസ് ബ്രെഡാണ് ആദ്യം യൂസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമ്മൾ സാൻഡ്വിച്ചിന് സാധാരണ 2 സ്ലൈസ് എല്ലാം എടുക്കുക, അതുപോലെ എടുത്തിട്ടുണ്ട്. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇതിന് അകത്ത് ബട്ടർ തൂത്ത് കൊടുക്കാം. ഞാൻ ബട്ടറൊന്നും തേക്കുന്നില്ല. ഞാൻ ആദ്യമേ തന്നെ നമ്മൾ ഒന്ന് വറുത്ത് വെച്ചിട്ടുള്ള പഴം, നെയ്യിൽ വറുത്തിട്ടുള്ള പഴം ഒന്ന് ഇതുപോലെ വെച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ മേലെ നമ്മുടെ തേങ്ങയുടെ മിക്സും കൂടെ ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. അത് നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇടാം. ഞാനിപ്പോൾ ഇവിടെ ഏകദേശം ഒരു ടേബിൾ സ്പൂണാണ് എടുത്തിട്ടുള്ളത്. ഈ തേങ്ങ ഇടയ്ക്ക് ഈ പഴത്തിൻ്റെ കൂടെ കടിക്കാൻ കിട്ടുമ്പോൾ ഭയങ്കര ടേസ്റ്റാണ്. അപ്പോൾ ഇത് രണ്ടും ചേർത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഒട്ടിച്ച് വെക്കണം. അപ്പോൾ ഒട്ടിച്ച് വെക്കാൻ ബ്രെഡാണ് ഡ്രൈ ആയിട്ടിരിക്കുന്നത് കൊണ്ട് അങ്ങനെ ഒട്ടില്ല. അതുകൊണ്ടാണ് നമ്മൾ ഈ മിക്സ് എടുത്തിരിക്കുന്നത്. ഇതൊരു ബ്രഷ് ഈ മിക്സിൽ അങ്ങ് മുക്കി, മുട്ടയുടെ മിക്സാണ്. എന്നിട്ട് നമുക്കിതിൻ്റെ 4 ചുറ്റും ഒന്ന് തേച്ച് കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് വെക്കാം. അപ്പോൾ ഈ 4 സൈഡിലും ഞാനതൊന്ന് നമ്മുടെ മുട്ടയുടെ മിക്സൊക്കെ ഒന്ന് തേച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്രോപ്പറായിട്ട് അത് ഒട്ടി ഇരിക്കത്തില്ല, പക്ഷെ അത് കുഴപ്പമില്ല. നമ്മളത് ഒന്ന് ടോസ്റ്റ് ചെയ്തെടുക്കുമ്പോഴത്തേക്കും അത് കറക്റ്റായിട്ട് വരും. അപ്പോൾ നിങ്ങൾക്ക് ഒന്നില്ലെങ്കിൽ ഈ മുട്ടയുടെ മിക്സ് അല്പം കൂടുതൽ ഉണ്ടാക്കിയിട്ട് ഒരു പരന്ന പാത്രത്തിലെടുത്തിട്ട് അതിങ്ങനെ ഈ ഒരു ബ്രെഡ് അതിനകത്ത് മുക്കി പൊരിച്ച് നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. ഞാനിപ്പോൾ ഒത്തിരി അന്നേരം അതൊരു ഫ്രഞ്ച് ടോസ്റ്റ് പോലെ ആയിപ്പോവും. അപ്പോൾ അതുകൊണ്ട് ഞാൻ അങ്ങനെ മുക്കിയെടുക്കുന്നില്ല. പകരം ഇതുപോലൊരു ബ്രഷ് വെച്ചിട്ട് നമുക്കിതിൻ്റെ ആദ്യം ഒരു സൈഡ് ഒന്ന് നന്നായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് ആദ്യം ഫ്രൈ ചെയ്യുന്ന പാത്രത്തിൽ ആദ്യം ഈ ഒരു സൈഡ് വെച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ കാണിക്കാം. അപ്പോൾ ഞാൻ ഒരു സൈഡ് ബ്രഷ് ചെയ്തെടുത്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അതിനകത്തോട്ട് ബട്ടറോ നെയ്യോ നിങ്ങൾക്ക് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ അല്പം നെയ്യാണ് ചേർത്ത് കൊടുക്കുന്നത്, ഒത്തിരി ഇല്ല, വളരെ അല്പം നെയ്യ് ചേർത്തിട്ട് നമ്മൾ ബ്രഷ് ചെയ്ത് വെച്ചിട്ടുള്ള ആ ഒരു ബ്രെഡിൻ്റെ സൈഡ് ഭാഗം ആദ്യം ഇതിനകത്തൊന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇങ്ങനെ വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിങ്ങനെ നന്നായിട്ട് ആ നെയ്യിലങ്ങ് മൊരിഞ്ഞ് വരും. അപ്പോൾ ആ നേരം കൊണ്ട് നമുക്ക് മറ്റുള്ള ആ മറുപുറം നമുക്കിതുപോലെ ബ്രഷിലൊന്നും കൂടി നമ്മളിതുവരെ തൂത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നില്ല, നമുക്കതും കൂടെ ഒന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കാം. കണ്ടോ? അപ്പോൾ ഇങ്ങനെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഞാനത് ഒത്തിരി അങ്ങ് മുക്കിയെടുക്കുന്നില്ല എന്ന് പറഞ്ഞതിൻ്റെ കാരണം ഇതാണ്. നമുക്ക് ഒത്തിരി അങ്ങ് മുക്കിയെടുത്ത് ആകെ അങ്ങനെ മുട്ടയുടെ മിക്സ് ഒന്നും ആക്കി വെക്കേണ്ട കാര്യമില്ല. പേരിന് അതിൻ്റെ നിറക്കൊന്ന് മാറാനും നല്ലൊരു ഇച്ചിരി ഒന്ന് ക്രിസ്പി ആവാനും ഒക്കെ വേണ്ടിയിട്ടാണ് ഞാൻ ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കത് ഇതുപോലത്തെ ഒരു കയ്യിൽ വെച്ചിട്ട്, നിങ്ങൾ ഏതാണോ കയ്യിലെടുക്കുന്നത് അത് വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ 4 സൈഡുകളും ഇത് ഒന്ന് ആയി വരുമ്പോഴത്തേക്കും നന്നായിട്ട് ഒട്ടി തന്നെ ഇരിക്കും. ഞാൻ കാണിക്കാം. അപ്പോൾ അതുകൊണ്ട് ഒട്ടിയില്ല, ആദ്യമേ തന്നെ ഒട്ടിയില്ല എന്ന് ഓർത്ത് ആരും ടെൻഷൻ അടിക്കേണ്ട. അത് തന്നെ ഈ ഒരു ഇങ്ങനെ പ്രസ് ചെയ്യുന്നത് വഴി നന്നായിട്ട് അത് ഒട്ടിയിരുന്നോളും. പിന്നെ വേണമെന്നുണ്ടെങ്കിൽ നെയ്യ് നിങ്ങൾക്ക് ഇതുപോലെ ചെറുതായിട്ടൊന്ന് ബ്രഷ് ചെയ്ത് കൊടുക്കണമെന്നുണ്ടെങ്കിൽ അങ്ങനെയും കൊടുക്കാം. അപ്പോൾ നമുക്ക് ഏകദേശം 1 മിനിറ്റ് അത്രയും മതിയാവും. 1 മിനിറ്റ് നമുക്കൊന്ന് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് ഇതിൻ്റെ നിറം ഒന്ന് മാറുന്നത് വരെ നമുക്കൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിനുശേഷം ഇതൊന്ന് വറുത്ത് കോരാം. നമ്മുടെ ബ്രെഡ് റെഡിയാണ്. കണ്ടോ, ഞാൻ പറഞ്ഞില്ലേ സൈഡൊക്കെ ആ പഴവും അല്ലെങ്കിൽ നമ്മളത് നേരത്തെ വെച്ചിട്ടുള്ള മുട്ടയുടെ ആ ഒരു മിക്സൊക്കെ ചേർത്ത് നന്നായിട്ട് തന്നെ അത് ഒട്ടിയിരിക്കും, നല്ല സീൽഡായിട്ട് തന്നെ ഇരുന്നോളും. അപ്പോൾ ഇതാണ് നമ്മുടെ ഒരു വളരെ സിമ്പിളായിട്ടുള്ള വളരെ സ്വാദേറിയിട്ടുള്ള നമ്മുടെ സ്നാക്ക് എന്ന് പറയുന്നത്.
ഇത് ഈസിയാണ് ഉണ്ടാക്കാനായിട്ട്, വളരെ ഈസിയാണ്. കുഞ്ഞുങ്ങളൊക്കെ ഇത് ഞാനിവിടെ കുഞ്ഞുങ്ങൾക്ക് മുറിച്ചാൽ കൊടുക്കുക, പക്ഷെ മുറിച്ച് കൊടുക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല. അവരിതൊരു സാൻഡ്വിച്ച് പോലെ ഇത് മൊത്തം ഇരുന്ന് കഴിച്ചോളും. അപ്പോൾ ഈ പഴം കഴിക്കാനൊക്കെ മടിയുള്ള കുഞ്ഞുങ്ങൾക്കൊക്കെ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ അവർ വളരെ ഇഷ്ടത്തോടു കൂടെ കഴിച്ചോളും. അപ്പോൾ ഈ 3 പഴം തന്നെ വെക്കണം എന്നില്ല, 3, 4, 5 ഒക്കെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നേന്ത്രപ്പഴം ഫില്ല് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതാ ഞാൻ ബാക്കിയുള്ള ഈ 2 സ്ലൈസും കൂടെ ഒന്ന് ആക്കിയെടുത്തിട്ട് വരാം. ഇതാ അങ്ങനെ നമ്മുടെ ഈ സ്നാക്ക് ഇവിടെ റെഡിയാണ് കേട്ടോ. കാണാനും നല്ല ഭംഗിയല്ലേ, നല്ലൊരു കളർ കോമ്പിനേഷനാണ്. പിന്നെ ഇതിനകത്തുള്ള ആ പഴത്തിൻ്റെയും തേങ്ങയുടെ ഒക്കെ ഫില്ലിങ് സൂപ്പറാണ്. പിന്നെ ഇതാ ഇത് കണ്ടോ, ഇതിൻ്റെ സൈഡൊക്കെ 4 പാടും നന്നായിട്ട് സീൽ ചെയ്തിട്ടുള്ള പോലെയാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങളുടെയൊക്കെ ഇങ്ങനെ ഇതുപോലെ ഇങ്ങനെ ആയിട്ടില്ല എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഒന്നില്ലെങ്കിൽ നമ്മളെ മുട്ടയുടെ മിക്സ് പ്രോപ്പറായിട്ട് അതിൻ്റെ കോർണറുകളൊന്നും നമ്മൾ തൂത്ത് കൊടുത്തിട്ടുണ്ടാവില്ല. അല്ലാന്നുണ്ടെങ്കിൽ നമ്മളിത് ടോസ്റ്റ് ചെയ്യുന്ന സമയത്ത് നമ്മളത് ഒരു കയ്യിൽ വെച്ചിട്ട് നന്നായിട്ടൊന്ന് പ്രസ് ചെയ്യും വേണം. അപ്പോൾ കയ്യിൽ തന്നെ വേണം എന്നില്ല, നല്ലൊരു പാത്രം, ഒരു കിണ്ണം, കുഞ്ഞൊരു കിണ്ണം എടുത്തിട്ട് അത് വെച്ചിട്ടൊന്ന് നന്നായി പ്രസ് ചെയ്തെന്നാലും നല്ല പെർഫെക്റ്റ് ആയിട്ട് ഇരുന്നോളും. ഇപ്പോൾ ഇത് കുഞ്ഞുങ്ങൾക്കൊക്കെ ലഞ്ച് ബോക്സിനകത്തും അല്ലെങ്കിൽ സ്നാക്ക് ബോക്സിനകത്തൊക്കെ കൊടുത്തു വിടാവുന്നതാണ്. അപ്പോൾ ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുറിച്ചിട്ട് ഞാനൊന്ന് കാണിക്കാം. ഈ മുറിച്ചിട്ട് കഴിക്കുന്നതാണ് കുറച്ചും കൂടെ സ്വാദ്, ഇങ്ങനെ വലിയ കഷ്ണങ്ങളാക്കി കഴിക്കുന്നതിനേക്കാളും. ഇതാ കണ്ടില്ലേ, നമുക്ക് 2 ലെയറായിട്ടാണ് കിട്ടിയിരിക്കുന്നത്. ഒന്ന് പഴത്തിൻ്റെ ലെയറും മറ്റൊന്ന് ആ തേങ്ങയുടെ ഒക്കെ ഒരു അല്പം മധുരമൊക്കെ ചേർന്നിട്ടുള്ള ഒരു മിക്സും. സൂപ്പറാണ്, കുഞ്ഞുങ്ങൾക്കൊക്കെ തീർച്ചയായിട്ടും ഇഷ്ടപ്പെടുന്ന ഒരു ടേസ്റ്റാണ്. പിന്നെ ഇത് കുറച്ചും കൂടെ സ്പെഷ്യലാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്. അത് ഞാൻ എൻ്റെ മുന്നത്തെ വീഡിയോസിലൊക്കെ ചെയ്യുന്നുണ്ട്. ഒരു കുഞ്ഞ് ഫ്ലേവറൊക്കെ കൊടുക്കാൻ വേണ്ടുന്ന ഒരു കാര്യമാണ്, അത് നമുക്ക് നോക്കാം. അതിനായിട്ട് ഞാനൊരു ബൗളെടുത്തിട്ടുണ്ട്. ഇതിനകത്തോട്ട് ഒരു 1/2 ടീസ്പൂണോളമുള്ള പഞ്ചസാര, അല്ലാന്നുണ്ടെങ്കിൽ ഒരു 1/4 ടീസ്പൂണോളമുള്ള പഞ്ചസാര, മുഴുവൻ പഞ്ചസാര എടുക്കാം അല്ലെങ്കിൽ പൊടിച്ച പഞ്ചസാര എടുക്കാം. ഇതിനകത്തോട്ട് ഞാൻ പട്ടയുടെ പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അത് ചെറിയൊരു കഷ്ണം പട്ട നന്നായി ചൂടാക്കിയിട്ട് ഒന്ന് പൊടി പോലെ ഒന്ന് ചതച്ചെടുക്കാതിരിക്കും നല്ലത്, കാരണം കുഞ്ഞിതൊക്കെ ഇങ്ങനെ മിക്സിയിൽ അടിക്കാൻ പറ്റുക. അപ്പോൾ ഇത് ഞങ്ങൾക്കിവിടെ പുറത്തുനിന്ന് ഇങ്ങനെ മേടിക്കാൻ കിട്ടുന്നതാണ്. അപ്പോൾ അത് പൊടിയായിട്ട് തന്നെ ഇടാൻ എളുപ്പമാണ്. പട്ടയായിട്ട് നമ്മൾ മുഴുവനോട് കൂടെ വറുത്തിട്ട് ഒന്ന് പൊടിച്ചെടുക്കുകയാണെന്നുണ്ടെങ്കിൽ അത് ആ ഇടിക്കല്ലിൽ ഇടിക്കുന്നതായിരിക്കും നല്ലത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് ആ ഒരു മിക്സ് ഒന്ന് വെതറിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഒരു സ്പെഷ്യൽ ടേസ്റ്റാണ്. ആ പഞ്ചസാരയുടെ തരിതരികളൊക്കെ നമുക്ക് കടിക്കാൻ കിട്ടുമ്പോഴത്തേക്കും ഒക്കെ ഒരു പ്രത്യേക സ്വാദാണ് കേട്ടോ. ഇത് ജസ്റ്റ് ഓപ്ഷണലാണ്, വേണമെന്നൊരു നിർബന്ധമില്ല. ഇതൊക്കെ വല്ലപ്പോഴും നമ്മുടെ വീട്ടിലെ ഗസ്റ്റൊക്കെ വരുമ്പോൾ നമുക്ക് ഉണ്ടാക്കി കൊടുക്കാമെന്ന് മാത്രം, അതൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് ഉറപ്പായിട്ട് ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പിയാണ്. പെട്ടെന്ന് ഉണ്ടാക്കും ചെയ്യാം. ബ്രെഡും മുട്ടയൊക്കെ നമ്മുടെ വീട്ടിലൊക്കെ മിക്ക ദിവസങ്ങളിലുണ്ടാവും. നേന്ത്രപ്പഴം ഇല്ലെന്നുണ്ടെങ്കിലും സാധാരണ എന്തെങ്കിലും പഴമെങ്കിലും കാണേണ്ടതല്ലേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് എങ്ങനെയുണ്ടെന്നൊന്ന് അറിയിക്കുക. അതോടൊപ്പം നമ്മുടെ ഈ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പോൾ അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് ഉടനെ കാണാം. അൻറ്റിൽ ദെൻ ബൈ.